ഹലോ ഫ്രണ്ട്സ്, സോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും നമ്മൾ ഇപ്പോൾ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ പോകുന്ന മാങ്കുളത്തേക്കാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ 5 പേരുണ്ട്. നമ്മുടെ വിഷ്ണു ബ്രോയാണ് വണ്ടി ഓടിക്കുന്നത്. ഹായ് പറഞ്ഞാല്. പിന്നെ പുറകിൽ 3 പേരുണ്ട് കേട്ടോ. എല്ലാവരും ഹായ് പറഞ്ഞാല്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അടുത്ത വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ പറഞ്ഞിരിക്കുന്നത് മാങ്കുളത്തൊരു വീടാട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം മാങ്കുളത്ത് ആനയൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട്. ആനകളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ നൈറ്റ് പോയി ആനകളൊക്കെ ഉണ്ടോ നമ്മൾ നൈറ്റ് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ആനകളെയൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ യാത്ര നാളെ നമ്മളൊരു മൂന്നാർ പോകാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ആനക്കുളത്ത് ആനയുണ്ടോ നമുക്ക് എപ്പോൾ വേണേലും അറിയാനുള്ളൊരു സംവിധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. അതിൽ സ്റ്റാർട്ട് കൊടുത്തിട്ട് നോവാന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കറൻറ്റ് ആ ലൊക്കേഷനിലെ ഫോട്ടോ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ ആന ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് കിട്ടി ലൈവ് ഫോട്ടോയിൽ 2-3 ആന നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഈ മൂന്നാർ റോഡ് ഇപ്പോൾ വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരിമംഗലം അടുക്കാറായിട്ടുണ്ട്. നമ്മൾ ഡിസംബർ 31 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാനൊക്കെ ഒരുപാട് പേര് മൂന്നാറിന് കയറുന്നുണ്ട് കേട്ടോ. ആ ഒരു തിരക്ക് നമുക്ക് ഈ മെയിൻ റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരിമംഗലം പാലത്തിൽ കയറി. ഇതിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. ഇതിൽ പോകുമ്പോൾ നമ്മൾ എല്ലാ തവണയും വീഡിയോ എടുക്കാറുണ്ട് മൂന്നാർ പോകുമ്പോൾ. അടുത്തിടെ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തായിട്ട് നേരിമംഗലം ഈ സൈഡിലൊക്കെ ആയിട്ട് കാട്ടാനകളൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ 2 പേര് ബുള്ളറ്റിനുള്ളവർ എത്തിയിട്ടോ. ഇവിടെ 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 ഒരു ഹായ് കൊടുക്കടാവേ. ഇത് ബിബിൻ ബ്രോ, ഇത് അമലളിയൻ. എങ്ങനെയുണ്ടായിരുന്നു ബുള്ളറ്റിലുള്ള യാത്ര? നടുവ് ആണോ? ആനക്കുളത്ത് ആനയുണ്ട്. വേഗം ചെന്ന് ഇപ്പം ആനയെ കാണാം. പോയാലോ? ഇപ്പം നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ഫ്രണ്ട്സ്, നമ്മളത് അങ്ങനെ ആനക്കുളത്ത് എത്തിയിട്ടോ. ആനക്കുളം എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറകിലായിട്ട് കുറേ ആനകളെ നമ്മൾ കണ്ടു കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല. കുറേ ആനകൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 6 ആനകളുണ്ട് കേട്ടോ. ഈ ആനക്കൂട്ടത്തിൻ്റെ കൂടെ 2 കുട്ടിയാനയുണ്ട് കേട്ടോ. ഒന്നപ്പുറം മാറി നിൽപ്പുണ്ട്. ചെറിയ കൊമ്പനാണ്. ആനയെല്ലാം വെള്ളം കുടിച്ചത് വെള്ളത്തിലിറങ്ങി നിൽക്കുവാണ്. കാട്ടിൽ നിന്ന് വേറെ ആനകൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ താഴേക്ക്. 2 കൊമ്പന്മാരാണ് ഇവരുടെ ടീമിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഈ ആനക്കുളത്തെ വെള്ളത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ വെള്ളത്തിന് ചെറിയൊരു ഉപ്പുരസം പോലെയുണ്ട്. ഇങ്ങനെ കൊമള പോലെ പൊങ്ങി വരുന്നതാണ് ഇവിടുത്തെ വെള്ളം. അതുകൊണ്ട് അത് കുടിക്കാനൊരു പ്രത്യേക ഒരു മത്ത് പിടിപ്പിക്കുന്ന ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ആനകൾ ഈ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് എപ്പോഴും ഇറങ്ങി വരുന്നത്. ഒരു 2 മാസം മുന്നേ ഞാൻ ഇതുപോലെ ഇവിടെ വന്നായിരുന്നു കേട്ടോ. അന്നേരമൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആനയെ കാണാനൊന്നും പറ്റില്ല. നമുക്ക് എന്നിട്ട് ഒത്തിരി നേരം നിന്ന് ഒരു 1 മണിയൊക്കെ 1:30 ആയപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു കേട്ടോ. എന്തായാലും ഇത്തവണ വന്നപ്പോൾ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇത്ര ആനകളെ കാണാൻ പറ്റി. ഈ ആനകളൊക്കെ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിട്ട് ഒരുപാട് ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും ദേഹത്ത് നല്ല ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട്ടാനകളെയൊക്കെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇത്ര അടുത്ത് കണ്ടിങ്ങനെ നമുക്ക് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഈ ആനക്കുളത്ത് വന്നാൽ മാത്രമാണ് നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഇങ്ങനെ കാട്ടാനകളെയൊക്കെ ഇങ്ങനെ ഇത്ര അടുത്ത് കണ്ടിരിക്കാൻ പറ്റുന്നത്. 2 വലിയ ആനകളുടെ ഇടയ്ക്കായിട്ട് ഒരു കുട്ടിയാനയുണ്ട് കേട്ടോ. ഈ 2 ആനകളും ആ കുട്ടിയാനെ നടുക്ക് നിർത്തിയേക്കും കേട്ടോ. ഇവിടെ ഇപ്പം കുറച്ച് ആനകളേ ഉള്ളൂ കേട്ടോ. നമുക്ക് റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇനി ആനകൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട് കേട്ടോ.
ഒരു 10-20 ആനകൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഒരുപാട് ആനകൾ നിൽപ്പുണ്ട്. പല സൈസിലുള്ള ആനകളുണ്ട് കേട്ടോ. വലുതുണ്ട്, ചെറുതുണ്ട്, കുട്ടിയാനയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു കൊമ്പൻ നമ്മുടെ ഫേസ് നമ്മുടെ നേരെ നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു രസകരമായ ഒരു കാഴ്ച കേട്ടോ ഇത്. നമുക്ക് കാട്ടാനകളൊക്കെ ഇത് മതി വരുവോളം ഇങ്ങനെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ആനക്കുളത്തെ സ്റ്റേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ രാവിലെ മൂന്നാർ പോകും കേട്ടോ. ഇവിടെ തന്നെ അടുത്ത് താമസിക്കുന്ന ടോബിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആട്ടോ ഈ പ്രോപ്പർട്ടി. ഈ തൊട്ട് താഴെയായിട്ട് ഒരു പ്രോപ്പർട്ടിയും കൂടെ പുതുതായിട്ട് പണിയുന്നുണ്ട്. 3 റൂമും ഒരു അടുക്കളയായിട്ടാട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ ഒരു ബാൽക്കണിയും ഉണ്ട്. നമ്മുടെ ബിബിംബ്രോയൊക്കെ ഇവിടെ ആഞ്ഞു പിടിക്കും കേട്ടോ. നമ്മൾ ബാർബിക്യൂ ചെയ്യാനുള്ള കരിയെല്ലാം തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളെ അമലളിയും ഇവിടെ കയ്യും കിട്ടി നിൽപ്പുണ്ട്. നമ്മളിവിടെ ആനക്കുളത്ത് മൂന്നാറിൽ അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. മൂന്നാറിൻ്റെ ഒരു സൈഡാണെങ്കിലും അത്രയൊരു തണുപ്പ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ഒരു 23 ഡിഗ്രി 22 ആ ഒരു റേഞ്ചിലൊക്കെ കേട്ടോ. ഈ ഒരു ലെവലിലുള്ള തണുപ്പാണ് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പോൾ അതായത് നമ്മുടെ ഈ തൊട്ട് താഴെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ആനക്കുളം ആനകളൊക്കെ ഇറങ്ങുന്ന ആ സൈഡിലേക്ക് വെള്ളം പോകുന്നത് ഇതിലെയാണ്.
നമുക്ക് രാവിലെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളെ കാണാം കേട്ടോ. ഇപ്പം രാത്രി ആയതുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്ന അത്ര സേഫ് അല്ല. കാരണം വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഫെൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ രാവിലെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. രാവിലെ നമുക്ക് താഴേക്ക് ഇറങ്ങി ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാനും പറ്റിയാൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കുളിക്കാനുള്ള ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആനക്കുളം വന്നപ്പം ആനയെ അങ്ങനെ കാണാറില്ല. ഇതിനു മുന്നേ ഒന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. വളരെ യാദൃശ്ചികമായി ഇത്തവണ വന്നപ്പോൾ നമുക്കിത് ധാരാളം ആനകളെ കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് താമസിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. 3 മുറിയും അടുക്കളയും അതുപോലെ തന്നെ ഒരു ബാൽക്കണി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ അതേ നമ്മുടെ രാവിലത്തെ വൈബും കാര്യങ്ങളൊക്കെ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി എന്ന് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇത് കാടും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. നല്ല അടിപൊളി വൈബാണ് ഇവിടെ ഈ സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. തൊട്ട് താഴെ കേട്ടോ പുഴ ഒഴുകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പുഴ കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ ചെറിയൊരു നീർച്ചാലും ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ ആനയെ കണ്ട ആനക്കുളത്തു നിന്ന് ഒരു 500 മീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പം റോഡ് സൈഡ് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നമുക്കിപ്പം താഴേക്ക് പോയി ആ പുഴയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതിൽ നമുക്ക് ചെറിയൊരു നടപ്പ് വഴിയുണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് താഴെയായിട്ട് ഈ ഏരിയ. അതേ നമ്മൾ താമസിച്ച പ്രോപ്പർട്ടി പുറകിലാട്ടോ അതേ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ വെള്ളം ഒഴുകുന്ന ഒരു ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഇവിടെ നല്ല അടിപൊളി വൈബാട്ടോ. അപ്പോൾ എൻ്റെ ഈ ആനക്കുളം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് കാര്യങ്ങൾ അതുപോലെ തന്നെ എത്രയാവും ബുക്കിംഗ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ. ഫാമിലിക്കൊക്കെ സേഫായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ ആ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആന ഇറങ്ങുന്ന ആ ആനക്കുളവും വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.